നിമിഷത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ട്രോഫി കൈ കിട്ടിയപ്പോൾ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ കൂടെ വരുമ്പം അച്ഛനെ ഓർക്കുമ്പോ എന്താണ് തോന്നുന്നത്? അയ്യോ എന്നെ കരുതി എനിക്ക് ആ സമയത്ത് ലാലേട്ടൻ, ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞു, ലാലേട്ടന്റെ ഈ കയ്യില് ആരോ ഒരാൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ലാലേട്ടൻ ഈ കൈ, എപ്പോഴും ലാലേട്ടൻ കൈ പൊക്കുന്നത് ഈ കൈയിലാണ് വിന്നറിനെ കൈ പൊക്കുന്നത്, പക്ഷെ ഈ ലെഫ്റ്റ് ഹാൻഡിലാണ് ലാലേട്ടൻ. ഞാൻ അവിടെ പറയുകയും ചെയ്തു, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ആ ടൈമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അറിയാമോ, അനീഷ് അണ്ണായിരിക്കും ചിലപ്പോൾ വിന്നർ. കാരണം റീ എൻട്രിക്ക് വന്ന എല്ലാവരും പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് എണ്ണ ജയിക്കുള്ളൂ. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എന്നാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് സെക്കൻഡ് പൊസിഷൻ എത്താൻ പറ്റി തന്നെ, ഇവിടെ നിൽക്കാൻ പറ്റി തന്നെ, ലാലിന്റെ കൈ പിടിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചിരിച്ച് ഞാൻ ഇങ്ങനെ എന്താ പറയുക കൂളായിട്ട് ഞാൻ ഇവരെല്ലാവരും നോക്കിക്കൊണ്ട് നിന്നത്. ഞാൻ ആ ഗ്രാഫ് പോലും നോക്കിയിട്ടില്ല, എത്ര ഗ്രാഫിൽ എനിക്ക് എത്ര പോയിന്റ് കൂടുതലാണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം വിന്നർ ആയാലും സെക്കൻഡ് പൊസിഷനിൽ എത്തിയാലും എനിക്ക് സന്തോഷം മാത്രമാണ്. അത്ര 100 ദിവസം തികയ്ക്കാന്നുള്ളതാണ് എന്റെ വലിയൊരു വാശിയായിരുന്നത്. അപ്പോൾ ആ ടൈമില് വിന്നറായി സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായെന്ന് വെച്ചാല്, ഇത് കാണാൻ എന്റെ ഈ ഒരു ഫ്രണ്ടിൽ എന്റെ അച്ഛനും അമ്മയും ഇല്ലാതായി പോയി. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, വീട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിലായി, ഇവർ ലൈവായിട്ട് എന്റെ നാട്ടിലിരുന്ന് അവർ LED വാളിൽ നിന്ന് എന്റെ പ്രോഗ്രാം ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് സന്തോഷം. അച്ഛനോടും അമ്മയോടും എല്ലാവരോടും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും. നമുക്ക് സെക്ഷൻ വൈൻഡപ്പിലേക്ക് പോകാൻ സമയമായി. അപ്പം വൈൻഡപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾ നടത്താനുള്ള കാരണം അനുമോൾ PR ആണോ അതോ ജെന്യൂൻ ആയിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഈ ദുബായിൽ തന്നെ വെച്ചത്. UAE വെക്കാനുള്ള കാരണം പ്രവാസി ലൈവും മണ്ടു ടോക്സും ചേർന്ന് ഇത് ഒരുക്കിയത്. ഇത്രയും ആളുകൾ, ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒത്തിരി ആളുകളാണ്, പക്ഷെ അത്രയും ക്രൗഡ് വന്നിട്ടുണ്ട്. പക്ഷെ അതിനുള്ള സമയക്കുറവ് കൊണ്ട് മാത്രമാണ് അനുമോളെ ഒറ്റ വാക്കിൽ തന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കേണ്ട ഒരാളുണ്ട്. ഉറപ്പായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. വന്നപ്പോ തന്നെ ഒരുപാട് എന്താ പറയാ ഒച്ചകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർ, അയ്യോ ഇദ്ദേഹം ഉണ്ടെന്നൂടെ, ശബ്ദം കൊണ്ട് എല്ലാവരുടെ ഹൃദയത്തിൽ കയറിയിട്ടുള്ള ഒരു വ്യക്തി. ഒരുപാട് വേദികളിൽ പിടിച്ചു പുലിക്കുക ഒരു പോസിറ്റീവ് റിസർവോയർ ആണ് പുള്ളി, അല്ലേ എതിർവേ? പിന്നെ തീർച്ചയായിട്ടും നല്ലൊരു കൈയടിയോട് കൂടി നമുക്ക് ആരംഭിക്കാം. One and only Ajay Midun. Yes. ആദ്യമേ അനുകൂടിക്ക് ഒരു ഉഗ്ര കൈയടി കൊടുക്കുന്നത്. എത്രയും നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോയതല്ലേ. നമ്മൾ ഈ കണ്ട, അല്ലെങ്കിൽ ഞാൻ പണ്ട് സ്റ്റാർ മാജിക്കിലെ ഷിയാസിന്റെ ഒക്കെ അവിടെ പോയിട്ട് കാണുമ്പോൾ അനുകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ബിഗ് ബോസിൽ നമ്മൾ കാണുന്ന അനുവയെ അല്ല. അത് അവിടെയുള്ള സാഹചര്യത്തിനനുസരിച്ച് മാറിയ അനുവാണ് അനു. പക്ഷേ ആകെ ഒരു ചോദ്യം ഉള്ളത്, പ്രത്യേകിച്ചും ഷിയാസ് പറഞ്ഞ ചോദിക്കണം എന്നുള്ള പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്നാണ് കല്യാണം, കല്യാണത്തിന് നമ്മളെ വിളിക്കൂലേ എന്നുള്ളതാണ് ചോദ്യം. 19 വയസ്സായിട്ട് ഇനി കല്യാണം കഴിച്ചൂലേ എന്നും ചോദിക്കുന്നുണ്ട്. കല്യാണം എന്ന് പറയുന്നത് അതൊരു നിമിത്തമാണ്, അത് സമയം അല്ല. സീരിയസ് ആയിട്ട് ഇപ്പൊ കല്യാണം എനിക്ക് അറിയത്തില്ല, അതൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല ഈ കല്യാണം എന്ന് പറയുന്നത്, അല്ലേ? വാങ്ങാനോ? നാളെ വരുന്നുണ്ട്, വേറെ അറേഞ്ച് ചെയ്ത. അതെ, ഒരു എസ് എഴുതി കൊണ്ടുവന്ന ചോദ്യം എല്ലാം ചോദിച്ചാ കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും ഓരോ രീതിയിലും ഇതില് അനുവിന്റെ ഓരോ സംഭവങ്ങൾ പറയാറുണ്ട്. ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ എല്ലാവർക്കും നല്ലതും ചീത്തയും ഇല്ല, എല്ലാം ഗ്രേ ആണ്. ചിലത് ചീത്ത, ചിലത് നല്ലത്, ചിലർക്ക് നല്ലതായിട്ടുള്ളത്, ചിലർക്ക് ചീത്തയും, ചിലർക്ക് ചീത്തയായിട്ടുള്ളത്, ചിലർക്ക് നല്ലതുമാണ്. ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടുകൾ നേടി വിജയിച്ച അനുമോൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വലിയ കയ്യടി കൊടുക്കുക. അതാണ് ആദ്യം പറയുന്നത്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു വിഷയം വേറെ വിജയികളെ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ ഏഷ്യനെറ്റിന്റെ എന്റെ മോൾ ഷൈന്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് പ്രോപ്പർ ആണ്. അതുകൊണ്ട് തന്നെ വോട്ട് എത്ര വന്നിട്ടുണ്ടോ അതിനനുസരിച്ച് വിജയി ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടാവും, പക്ഷേ നമ്പർ ഓഫ് വോട്ട്സ് വെച്ചിട്ട് ഞാൻ അതിന്റെ പിന്നീട് പ്രവർത്തകരുമായിട്ട് സംസാരിച്ചപ്പോ ഷി വാസ് ഫാർ അഹെഡ് ഫ്രം എവരിവൺ. അത് നമുക്ക് നിങ്ങളുടെ ഉള്ളിലെ വിജയികൾ അനീഷായിട്ടും അക്ബറായിട്ടും ഷാനവാസായിട്ടും ഒക്കെ കണ്ടാലും ജനങ്ങളുടെ ഇടയിലെ വിജയി അതൊരൊറ്റ ഒരാളാണ്. അനുഭവം തുടങ്ങോ?
എതിർക്കത്തില്ല ഞാൻ. ഇപ്പൊ അനുമോൾ ദുബായിയാണ്. ദുരന്തം പിടിച്ചോ. അനുപ കല്യാണത്തിന്റെ കാര്യം എല്ലാവരും അറിയിക്കണേ. കല്യാണം ആവുമ്പോൾ എല്ലാരും അറിയിക്കും. മറ്റേ ആൾക്കാർ പറയാറായില്ലേ? ഓ സോറി ചുമ്മാ പറയില്ല, അങ്ങനെയൊന്നും ആയിട്ടില്ല. അല്ലേ, അത് പറയാൻ പാടില്ലല്ലേ? പറഞ്ഞാല് ഈ കാര്യം എന്ത് പറഞ്ഞപ്പോൾ ആ അനുമോളാണ് യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായിട്ടും ഈ ആളുകൾ കൈയടിക്കുന്നുണ്ട്. PR ഏജൻസിയുടെ വർക്കായിരുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ അതിനെ ഞാൻ ന്യായീകരിക്കുകയാണെന്നൊന്നും കരുതരുത്. ഇനി എത്ര PR എന്ന് പറഞ്ഞാലും ഞാൻ എന്ന മലയാളിയും ഞാൻ എന്റെ കൂടെയുള്ള മലയാളികളെയും കാണുന്നത് വളരെ ബുദ്ധിയുള്ള ആൾക്കാരായിട്ടാണ്. പ്രബുദ്ധരായിട്ടുള്ള ഒരു ജനതയാണ് മലയാളി എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി എല്ലാവർക്കും പറയുന്നതാണ്. അപ്പോ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളെ പറ്റിക്കാനും മാത്രം പറ്റുന്ന PR ഉണ്ടെങ്കിൽ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പറ്റിക്കാൻ നമ്മൾക്ക് ആർക്കും കൊണ്ട് സാധിക്കില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുള്ളൂ. ആ വോട്ടുകൾ കിട്ടി ജയിച്ച ആൾ തന്നെയാണ് അനുമോൾ. ഞാൻ ഇപ്പൊ ഇങ്ങനെയൊന്നും ജീവിതം എനിക്ക് ഇഷ്ടപ്പെടുന്നു അല്ലേ? അപ്പോൾ ഇതിന് മറ്റൊരു സന്തോഷം, നമുക്ക് അനുമോൾക്ക് ഞങ്ങളുടെ പിന്നെന്ന് വെച്ചാല് എനിക്ക് ഇപ്പൊ എന്റെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് തോന്നുന്നത്. ദുബായിൽ വന്നിട്ട് എന്താ പറയാ, ഇവിടെ വന്ന് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. എനിക്ക് കുറെ നാളത്തെ പരിചയമുള്ളത് പോലെ, കാരണം എല്ലാരും ഫേസ് നോക്കുമ്പോ ചിരിച്ച് ഭയങ്കര സ്നേഹം. എന്റെ എന്താ പറയാ, എല്ലാരും ഉള്ളിൽ, കാരണം എല്ലാരും ഭയങ്കര ചിരിച്ച് എന്നത് ഭയങ്കര സ്നേഹത്തോട് അത് കാണുമ്പോ അപ്പൊ ഇവിടെ വന്ന എല്ലാരും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും. അനുമോളെ സ്നേഹിക്കുന്നവർ മാത്രം ഒരു വലിയ കാര്യമില്ല. ഇതിൽ കൂടുതൽ നമ്മൾ മലയാളികൾ ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ചേട്ടൻ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. എനിക്ക് നമ്മൾ ഹോട്ട്സ്റ്റാർ ചേട്ടൻ വോട്ട് ചെയ്ത ആർക്കെന്നറിയാമോ? അതിന്റെ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഈവൻ ലൈവിൽ പോലും അക്ബറിന്റെ കാര്യമാണ് പറഞ്ഞതിന്റെ കാര്യം എന്ന് വെച്ചാൽ എന്റെ അടുപ്പമുള്ള ആൾ അക്ബറായിരുന്നു. അവന്റെ സ്വഭാവത്തിനോട് കൊടുക്കാൻ കൊള്ളില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ പറയാ ചിത്ര ചേച്ചിക്ക് ഡയമണ്ട് റിംഗ് തന്നു. പലരും പറഞ്ഞത് ഞാൻ എന്നെ ഓർമ്മിക്കരുത്. പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ട് കൊടുത്തതാണ് കേട്ടോ. പക്ഷെ ചിത്ര ചേച്ചി അതിന്റെ കാര്യം കൂടി പറയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്. അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്വരോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ്. Not because of my plight that she was given the diamond ring. എന്റെ പ്ലൈറ്റ് കാരണമല്ല, പകരം അത് കൊടുത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്ര ചേച്ചിക്ക് അത് സാധിച്ചില്ല. കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്ര ചേച്ചി പറഞ്ഞു ചിത്രേച്ചിയുടെ കയ്യിൽ കിടന്ന സ്വരോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത്. I am vouching for that right now. കേട്ടോ. പലർക്കും ഭയങ്കര ഡൗട്ട്. കാരണം വെറുതെ ആർട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ കളിയൊക്കെ കുറച്ച് പേര് അവർക്കുള്ള മറുപടി ഞാൻ പിന്നെ ചേട്ടനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നത്. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. ഞാൻ അത് സൂക്ഷിച്ചു വെച്ചു. എനിക്ക് കയ്യിൽ പോലും ഇടാൻ തോന്നുന്നില്ല. കാരണം വെച്ചാല് അത് സൂക്ഷിച്ചു കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആണോ? കയ്യിൽ പോലും ഇടാൻ തോന്നുന്ന കാര്യം എന്താ? അത്ര മോശമാണോ? അല്ല, എന്റെ കൈ കുഞ്ഞു വെള്ളം ഇടാൻ ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.